ശബരിമല വിവാദങ്ങളിൽ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ മേഖലാ ജാഥകൾ തുടങ്ങിയിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് ഇനി. പാലക്കാട് തൃത്താലയിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ജാഥ ഉദ്ഘാടനം ചെയ്തു. കെ മുരളീധരൻ നയിക്കുന്ന ജാഥ കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് ആരംഭിച്ചു. അരുൺ പാറക്കലും സമീർ ബിൻ കരീമും വിശദാംശങ്ങളുമായി. അരുൺ പാറക്കലിലേക്കാണ് ആദ്യം. അരുൺ, കാസർഗോട്ടെ പരിപാടി അത് തുടങ്ങിയിട്ടുണ്ടല്ലേ? അനുജ, കാസർകോട്ടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് കാഞ്ഞങ്ങാട് പുതിയകാട്ടയിൽ നിന്നാണിപ്പോൾ കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥ മേഖലാ ജാഥയാണ് കോഴിക്കോട് മേഖലാ ജാഥയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കെ മുരളീധരൻ നയിക്കുന്ന ജാഥയാണ്. വൈസ് ക്യാപ്റ്റനാണ് T സിദ്ദിഖ് MLA ആണ് വൈസ് ക്യാപ്റ്റൻ. ശബരിമല സ്വർണ്ണമോഷണവുമായി ചൂണ്ടിക്കാട്ടിയാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. ഇവിടെ നൂറുകണക്കിന് ആളുകളാണ് കാഞ്ഞങ്ങാട് ഈ മൈതാനി ടൗൺ ഹാൾ പരിസരത്ത് നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥ ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. കെ മുരളീധരൻ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. കെ മുരളീധരൻ, അനുജ, അഡ്വക്കേറ്റ് T സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. T സിദ്ദിഖ് MLA നമുക്കൊപ്പം ചേരുകയാണ്. ശക്തമായ പ്രതിഷേധത്തിലേക്കാണ് കോൺഗ്രസ് കടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് വിശ്വാസ സംരക്ഷണ യാത്രയിൽ കെ മുരളീധരൻ നേതൃത്വം കൊടുക്കുന്ന യാത്രയിൽ അണിചേർന്നിരിക്കുന്നത്. ഇത് സർക്കാരിനുള്ള വലിയ താക്കീതാണ്. സർക്കാരിന്റെ സ്വർണ്ണ കൊള്ളയ്ക്കെതിരെ, ശബരിമല ശാസ്താവിന്റെ പവിത്രതയെ തകർക്കാനുള്ള നീക്കത്തിനെതിരായിട്ടുള്ള ഭക്തന്മാരുടെയും വിശ്വാസികളുടെയും പ്രതിഷേധമാണിത്. ഈ പ്രതിഷേധം കേരളം മുഴുവൻ ആളിക്കത്തും. ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് നടത്തുന്നത്. കേരളം മുഴുവൻ പ്രതിഷേധം ആളിക്കത്തും. വലിയ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു. കാസർഗോട്ട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. കെ മുരളീധരന്റെ നേതൃത്വത്തിലാണ് ജാഥ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.